ഹലോ കുട്ടീസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ, ആനിവേഴ്സറി, അങ്ങനെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഗിഫ്റ്റ് തപ്പി നടക്കണത് എല്ലാവരെയും ഒരു ഇതാണ്. ലാസ്റ്റ് ടൈം ആവും നമ്മൾ ഗിഫ്റ്റൊക്കെ തപ്പി നടക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഷോപ്പിലേക്ക് ഒന്നും ഇങ്ങനെ തപ്പി നടന്ന് പോകണ്ട. അതിന് പകരം നമുക്കിതാ ഓൺലൈനിലായിട്ട് ആമസോണിലാണ് ടോപ്പ് അത് മേടിച്ചത്. ആമസോണിൽ ഒരു ഗിഫ്റ്റാണിത്, ഒരു ഫ്രെയിം. അതിൽ പാട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നമുക്ക് എഴുതണം വെച്ചാൽ അത് ഹാപ്പി ബർത്ത്ഡേ എഴുതാം. പിന്നെ നമുക്ക് വേണ്ട ഫോട്ടോയും വെക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് ഒരു ഫാദേഴ്സ് ഡേക്ക് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്, നമ്മളെ ഫോട്ടോ, പിന്നെ നമുക്ക് ഏത് മ്യൂസിക്കാണോ വേണ്ടത് നമ്മൾ സ്പോട്ടിഫൈന്ന് സെലക്ട് ചെയ്തിട്ട് ലിങ്ക് ഒന്ന് അവർക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓർഡർ ചെയ്തതിൻ്റെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആമസോണിൽ അയക്കണം. അതൊക്കെ ഡീറ്റെയിൽസ് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. സ്പോട്ടിഫൈയിൽ ഒന്ന് സ്കാൻ ചെയ്താൽ മതി കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്നലെ വന്ന ആളല്ല ഇത്. പെട്ടെന്ന് ഇതാ മാറിയിരിക്കുകയാണ്, മുടിയൊക്കെ വെട്ടിയിരിക്കണു. എടി ഡൊണേറ്റ് ചെയ്തോ? നമ്മള് ഡൊണേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട്, ശരിക്കും നമ്മൾ ഡൊണേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് മുടി വെട്ടിയത്. പക്ഷെ അത്രയ്ക്ക് തികഞ്ഞില്ല, അതുകൊണ്ട് ആള് മുടി വെട്ടി. ഇന്നലെ വരുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ ബിഫോർ പിക്ക് ഇവിടെ കേട്ടോ. അപ്പം അത്യാവശ്യം മുടി ഉണ്ടായിരുന്നതാണ്, പക്ഷെ തികയാത്തത് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവൾ വന്നു കേട്ടോ. ഡൊണേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്, പക്ഷെ തികഞ്ഞില്ല കേട്ടോ ഹെയർ. അപ്പം ഇങ്ങനെ വെട്ടി, കുഴപ്പമില്ല, അവൾക്ക് സ്യൂട്ടാവുന്നുണ്ട്. പക്ഷെ എനിക്ക് അവൾക്ക് മുടിയുള്ളതാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ നല്ല വെട്ടി, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണി ഇതാത്തിയ നേരം അവിടുത്തെ ഒരു ബേർഡാണ് കേട്ടോ, ആൽബിച്ചു. അപ്പം അതിൻ്റെ കൂടെ അങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഉണ്ണി പറയാം സ്റ്റെപ്പ് അപ്പം പറയുമ്പോൾ അത് കയ്യിൽ വന്നിട്ട് ഇരിക്കും. പക്ഷെ എന്തോ പരിചയമില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു വന്ന് ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ണീനെ അങ്ങനെ കൊത്താൻ പോവുകയാണ്. പക്ഷെ അത്ര വേനിക്കൊന്നുമില്ല, നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. എൻ്റെ അടുത്ത് തലയിലൊക്കെ വന്നിട്ട് ഇരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് പേടിയാണ്, ചെവിയിൽ കുത്തുമെന്നൊക്കെ. എനിക്കിങ്ങനെ ഇക്ലിയൊക്കെ ആവും, അതുകൊണ്ട് ഞാൻ ചെവി ഇങ്ങനെ പൊത്തിയിരിക്കണം കേട്ടോ. എന്റെ തലയിൽ വെച്ചു കൊടുക്കുക അവന്റെ. അതിന്റെ അലാറം ആൽബിച്ചു 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 ഗർ. അപ്പോൾ ഉണ്ണിക്ക് അവൻ്റെ വലിയച്ഛ ഒരു പുതിയ ബാഗ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവ അത് ഇട്ടിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ അവ അതിട്ടിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഞാൻ ഇത്തിരി ഓയിൽ മസാജൊക്കെ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനെ എണ്ണയൊക്കെ ആരെങ്കിലും തേച്ച് തരാനോ ഒന്ന് മസാജ് ചെയ്ത് തരാനൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓയിൽ ബോട്ടിൽ ഞാൻ അവിടെ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് തേച്ചതാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മളുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മസാജൊക്കെ ചെയ്തു. അതിന് ശേഷം അനിയൻ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ കുറേ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം, മാംഗോ ബാർ മേടിച്ചു, പിന്നെ കുറേ ലെയ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാംഗോ ബാർ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു ലെയ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല സ്പൈസി ആയിരുന്നു. എന്നാലും അവൻ പാവം അത് കഴിച്ചു കേട്ടോ. ഉണ്ണി എത്ര എരിവാണെന്ന് അറിയാം, ബിങ്കോൻ്റെ ഏതോ ഒരു നല്ല എരിവുള്ളൊരു എരിവുണ്ടായിരുന്നു. എന്നിട്ടും അവൻ ഐസ്ക്രീം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു അത് കഴിച്ചു. എനിക്ക് ഒരു ഇത് ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. ഉണ്ണി എന്തൊരു എരിവായിരുന്നു, എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐസ്ക്രീം ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങളുടെ കയ്യിൽ പണ്ട് ഞാനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരു ABCD 1 2 3 എല്ലാം എഴുതണ ഒരു സാധനം, അത് വെച്ചിട്ട് ഉണ്ണി ഇതാ 1 2 3 ഒക്കെ എഴുതി. അപ്പോൾ അതിൻ്റെ സന്തോഷ പ്രകടനമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ബോക്സായിരുന്നു, ഒരു സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഉലുവ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. അതിന് വേണ്ടിയിട്ട് നല്ല കയ്പൊന്നും ഇല്ലാണ്ടാണ് അവിടെ അമ്മായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി പോലെ ചെയ്യാൻ വിചാരിച്ചു. എണ്ണയൊക്കെ ആദ്യം നമ്മൾ ഉലുവയും മരുന്ന് സാധനം അരിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷം പിന്നെ വെളുത്തുള്ളിയും
ഉള്ളിയും കൂടി കടുകൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ആ മിക്സിക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട്, എന്നാൽ കയ്പ്പ് അത്രയ്ക്കും ഇല്ല. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കുടിച്ചു കേട്ടോ. കയ്പ്പില്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോയും കൂടി എടുക്കാൻ വിചാരിച്ചു. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കതലിക്ക് ഇട്ട് കൊടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യാം. ലാസ്റ്റ് ഒരു പച്ചമുളകും ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അരിക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്ര കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ 7 ദിവസം ഉലുവ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ കർക്കിടക ചികിത്സയിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു, കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അമ്മമ്മയ്ക്കും മാമനൊക്കെ വേണ്ടിയിട്ട് ഒരു മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ അമ്മയെ എരിഞ്ഞിട്ട് പുകഞ്ഞ് അത്ര നല്ല എരിവായിരുന്നു. വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ ചീനി മുളകിൻ്റെ അത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാത്രി എന്തായിരുന്നു സിനിമയുടെ പേര്, നാഗേന്ദ്രൻസ് ഹണിമൂൺ പറഞ്ഞ മൂവിയാണ് കേട്ടോ. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സൂപ്പർ മൂവി ആയിരുന്നു കേട്ടോ. 5 വൈഫൊക്കെ ആയിട്ടുള്ളത് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അത് ഹോട്ട്സ്റ്റാറിൽ സീരീസ് ആയിട്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ കണ്ടത്. നല്ല കോമഡിയാണ്, നല്ല മൂവി ആയിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് കാണേണ്ട മൂവി തന്നെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.